ബൗൺസറുകൾ ഇപ്പോൾ ഒരു അറിയാലോ, നമ്മളിപ്പോൾ ഒരു വലിയ ബോളിംഗ് പിച്ച് പോയി കഴിഞ്ഞാൽ ബൗൺസർ കളിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ലീവ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ അത് ഒരു എക്സാമിലെ നമുക്ക് അതിനെ ബൗൺസറായിട്ട് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതൊരു നോമായി മാറും അല്ലേ? അപ്പൊ ആ നോമ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ LCM ഒക്കെ ആ ഒരു എക്സാം സെറ്റിംഗിൽ ഇരുന്ന് നമ്മൾ കൺവെൻഷൻ അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ഒരു ചോദ്യം വരുമ്പം പഠിച്ചവർക്ക് പോലും അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് വൺസ് വന്നു കഴിഞ്ഞാൽ PSC നൽകുന്ന ഒരു സൂചന എന്താ, നിങ്ങൾ ആ നിലയ്ക്കും കൂടെ തയ്യാറെടുക്കണമെന്നുള്ളതാണ്. അപ്പം വിപണിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ പഴകി പഞ്ചറായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതിയോ എന്നുള്ളൊരു ചോദ്യമാണ് ഉദ്യോഗാർത്ഥികളുണ്ട് കേട്ടോ. അപ്പൊ കഴിഞ്ഞ LDCക്കോ മറ്റേ PSC ചോദിച്ച ഒരു ചോദ്യമാണ് സെക്കുലറിസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്. എല്ലാവർക്കും അറിയാം മതേതരത്വം, പക്ഷെ അതിലെ ഓപ്ഷൻസ് ഭയങ്കര രസകരമായിരുന്നു. എക്സാക്ട് ഒരു ഓപ്ഷൻ ഈ പറയുന്ന ഒരു ഔദ്യോഗിക മതമില്ലാത്ത അല്ലെങ്കിൽ ഒഫീഷ്യൽ റിലീജിയൻ ഇല്ലാത്ത സ്റ്റേറ്റ് ഉണ്ടാകുന്ന അവസ്ഥ, ഇത് തെരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള ഉത്തരം കിട്ടൂ. അതായത് പ്രധാനമായിട്ട് മതേതരത്വം ആ അറിവ് പോരാ, മതേതരത്വം എന്താണെന്നും കൂടെ അറിയണം. അപ്പൊ അങ്ങനെ ഈ തലത്തിലോട്ട് ചോദ്യം മാറാം. അല്ലെങ്കിൽ പണ്ട് ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി ചോദിക്കുമായിരുന്നു. ഇപ്പോ അൺടച്ചബിലിറ്റി നടപ്പാക്കാൻ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ ലിബർട്ടി ആക്ട് ചോദ്യത്തിൽ ഇതിപ്പം നവോത്ഥാനത്തിൽ നിന്ന് സാറ് നേരത്തെ ചൂണ്ടിക്കാണിച്ചായിരുന്നു അരുൺ സാറ്. പണ്ട് ചോദിച്ച പോലെ ഹൂ ഈസ് ഹൂ, വാട്ട് ഈസ് വാട്ട്, അതായത് ഇന്ന ആള് ജനിച്ച വർഷമോ അല്ലെങ്കിൽ തീയതിയോ എന്നൊക്കെ ചോദിക്കുന്നതിന് മാറിയാണ് ഇപ്പൊ ഈ പറയുന്നത് പോലെ നവോത്ഥാന കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയുന്നത്. ആ സമയത്ത് സമകാലീനരായിരുന്ന ആൾക്കാരുടെ പ്രവർത്തനങ്ങളെ അതിനെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞു. VT പട്ടത്തിരിപ്പാടിനെ, അതുപോലെ തന്നെ യോഗക്ഷേമ സഭയും. വേറെ മാത്രമല്ല സാറേ, വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ വർഷം പഠിക്കേണ്ട അല്ലെങ്കിൽ വർഷത്തിന് നമ്മൾ മാറ്റി നിർത്തി പണ്ട് വർഷം ചോദിച്ചുകൊണ്ട് പിള്ളേർ വിചാരിക്കും വർഷം, പക്ഷെ വർഷം പഠിക്കണം. എവിടെയാ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ ഒരു വർഷം അതിനപ്പുറം ഇതിന്റെ ഒരു തലം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഉദ്യോഗത്തിലേക്ക് വരുമ്പോൾ ലൈൻ സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലോ ഒക്കെ നിങ്ങളൊരു ഉദ്യോഗസ്ഥനായിട്ട് വരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുടെ ജാതിയോ മതമോ പണമോ നിലപാടോ ഒന്നും നോക്കിയിട്ടല്ല നിങ്ങൾ അവർക്കൊരു സേവനം ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് നവോത്ഥാന സിലബസിൽ വന്നത് ഉൾപ്പെടുത്തിയതെന്നുള്ളത് PSC ഊന്നി പറയുകയാണ് ഇപ്പം അതിന്റെ ആ ഒരു പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറിക്കൊണ്ട് അല്ലേ. അപ്പൊ ഇത് ഭരണപരിഷ്കാരം എന്നുള്ളതിനേക്കാൾ അതിനൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന നമ്മുടെ സർവീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു 20-30 വർഷം ഇവിടുത്തെ ഭരണ ചക്രം തിരിക്കാൻ പോകുന്ന ആൾക്കാരുടെ ക്വാളിറ്റി സ്ഫുടം ചെയ്യാന്നുള്ളൊരു ദൗത്യം കൂടി PSC ഏറ്റെടുത്തിട്ടുണ്ട്, PSC നടപ്പിലാക്കുന്നുണ്ട്.